ശബരിമലയിൽ തിരക്ക് വർദ്ധിക്കുന്നതോടെ നിയന്ത്രിക്കാനാകാതെ പോലീസ്. അശാസ്ത്രീയമായ നിയന്ത്രണം ഭക്തർക്ക് കടുത്ത ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ്. ലഘുഭക്ഷണവും കുടിവെള്ളവും നൽകുമെന്ന് പറയുന്നുണ്ടെങ്കിലും പലയിടങ്ങളിലും അത് ലഭ്യവുമല്ല. സന്നിധാനത്ത് നിന്നും ശിവദാസ് കന്മനം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മകരവിളക്ക് മഹോത്സവത്തിന് നട തുറന്നത് ഡിസംബർ 30-നാണ്. അതിനുശേഷം വലിയ രീതിയിലുള്ള തിരക്കാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. പ്രതിദിനം ഏകദേശം 1 ലക്ഷത്തോളം പേരാണ് ഈ ശബരിമല സന്നിധാനത്തേക്ക് ദർശനത്തിന് വേണ്ടി എത്തിയിരിക്കുന്നത്. ഇപ്പോഴും അത് തുടരുകയാണ്. ഇത്തരത്തിൽ പല ഇടങ്ങളിലും ഇങ്ങനെ വലിയ നീണ്ട മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥ കൂടിയുണ്ട്. പല ഇടങ്ങളിലും ഇത്തരത്തിൽ നിയന്ത്രണം പാളുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഭക്തർ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ലഘുഭക്ഷണവും അതോടൊപ്പം തന്നെ വെള്ളവും എല്ലാം തന്നെ കൃത്യമായി നൽകും എന്ന് അധികൃതർ പറയുന്നുണ്ടെങ്കിൽ പോലും, ദേവസ്വം ബോർഡ് അധികാരികൾ പറയുന്നുണ്ടെങ്കിൽ പോലും പല ഇടങ്ങളിലും പല സമയങ്ങളിലും അത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഭക്തരുടെ പരാതി. വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. Yesterday evening, around timing or 4 o'clock, it expired in today. Yesterday, Kannimula Ganapati. Today time now is 8:30. So 12 hours. I am standing here on the queue. Why are they late? Next, Pamba not drinking water. I eat the food, not eat water. Only lemon soda water. What is this? Lemon soda water. This is pays 25 rupees. Okay, that's all. Pay 25 rupees is none is better. But தண்ணி குடிக்கிற தண்ணிக்கு என்ன பிரச்சனை? உள்ள கடையில் ஷாப்பில் கொடுத்தா கூட நாங்கள் காசு கொடுத்து வாங்கிக்கிறோம். 20 rupees கொடுத்து நாங்கள் வாங்கிக்கிறோம். நோ ப்ராப்ளம். பிஸ்கெட் ஓகே, பிஸ்கெட்டு ஸ்நாக்ஸு எல்லாமே பைசா தான். பட் ஆனால் வாட்டர் நாட் கொஞ்சம் அதை கொஞ்சம் அரேஞ்ச் பண்ணால் நல்லாயிருக்கும். ஏன்னா கஷ்டம் தான், இந்த கூட்டத்தில் அரேஞ்ச் பண்ணுறது கஷ்டம், ரொம்ப கஷ்டம்தான். அதுக்கு நாங்கள் சப்போர்ட் பண்ணுறோம். பட் ஆனால் இதெல்லாம் கொஞ்சம் கன்சல்ட் பண்ணால் இட்ஸ் த பெஸ்ட். മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട അവസ്ഥ, അശാസ്ത്രീയമായ ഒരു നിയന്ത്രണമാണ് പല ഇടത്തും ഏർപ്പെടുത്തിയിരിക്കുന്നത്. തുടക്കത്തിൽ ഇത്തരത്തിലുള്ള വലിയ പാളിച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഭക്തർക്ക് പറയാനുള്ളത്. മരക്കൂട്ടം മുതൽ സന്നിധാനം വരെ നീണ്ട ക്യൂ ആണ് ഇപ്പോഴും ഉള്ളത്. അതായത് നിയന്ത്രണം എല്ലാം തന്നെ പാളുന്ന ഒരു സാഹചര്യം. കൃത്യമായി തന്നെ ഇത്തരത്തിൽ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല. കുടിവെള്ളം പോലും പലയിടങ്ങളിലും ലഭിക്കുന്നില്ല. ലഘുഭക്ഷണം നൽകുമെന്ന് പറയുമ്പോൾ അത് ലഭിക്കുന്നില്ല. അങ്ങനെയുള്ള നിരവധി പരാതികളാണ് ഭക്തർ അനുഭവിക്കുന്നത്. അതാണ് അവർ ഇപ്പോഴും തുടക്കം മുതൽ പറഞ്ഞിരുന്ന കാര്യം. അത് ഇപ്പോഴും പറയേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ശബരിമലയിൽ ഉള്ളത്.